ഹായ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഫേസ് ടു ഫേസ് ഒക്കെ കാണിച്ച് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ്ലി ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ 1 ലാഖിൻ്റെ ചലഞ്ച് സക്സസ് ആയിട്ട് വിൻ ആയിട്ടുണ്ട്. അതായത് 1 ലാഖിൻ്റെ ചലഞ്ച് നമ്മൾ 100 ദിവസം കൊണ്ട് 1 ലാഖ് അടിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 92 ദിവസം കൊണ്ട് 1 ലാഖ് അടിച്ചു. എനിക്ക് വേണമെങ്കിൽ 55 ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. ബട്ട് അത്രയ്ക്ക് വലിയ ഇതിലേക്കൊക്കെ പോകണോ എന്ന് വിചാരിച്ചിട്ടാണ് വളരെ ലൈറ്റായിട്ട് നിന്ന് അടിച്ചത്. സോ ഇനി നമ്മൾ പുതിയ ചലഞ്ച് അനൗൺസ് ചെയ്യാൻ പോവാണ്. സോ അതിൻ്റെ വീഡിയോ ആണിത്. സോ ഓൾറെഡി ആ ഒരു ചലഞ്ചിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല, എന്ന് വെച്ചാൽ വീഡിയോ ആയിട്ട് കൗണ്ട് ചെയ്തിട്ടില്ല. സോ ഇനി കൗണ്ട് ചെയ്യാം. സോ അതൊരു ലോങ് ജേണി ആയിരിക്കും. നിങ്ങൾക്ക് അടുത്തൊരു 2 വർഷത്തേക്ക് എൻ്റെ ചാനലിൽ ആ ഒരു ചലഞ്ചിൻ്റെ വീഡിയോ റെഗുലറായിട്ട് കാണാൻ പറ്റും. അത് ഞാൻ എന്തിനെടുത്ത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് ഇനി വരുന്നത് 1000 days ആണ്. ആരും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചലഞ്ച് അല്ല. 1000 ദിവസമൊന്നും സൊമാറ്റോ ഓടാനൊന്നും ആരും ചെയ്യത്തില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. വളരെ റയറസ്റ്റ് മൊമെൻ്റ് ആയിരിക്കും അത്. സോ അത് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നൈസായിരിക്കും. ഞാൻ ആദ്യം വിചാരിച്ചത് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഏണിംഗ് സ്ട്രീക്ക് എന്ന് പറയുന്നത് പെർ ഡേ 2000, 1500, 2000 വെച്ച് എനിക്ക് മിനിമം കിട്ടിയേ പറ്റൂ. ആ ഒരു ഏണിംഗ് സ്ട്രീക്കിലാണ് ഞാൻ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ രാവിലെ 6 മണി തൊട്ട് രാത്രി 2 മണി വരെ നിൽക്കാൻ തയ്യാറാണ്. സോ അതിൻ്റെ ഇടയ്ക്ക് സൊമാറ്റോ എനിക്ക് 1500, 2000, 2500 രൂപ തന്നേ പറ്റൂ എന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അടുത്ത ഒരു 1000 ദിവസം കൊണ്ട് എനിക്കിപ്പോൾ കുറച്ച് കടമുണ്ട്, അതൊക്കെ ഒന്ന് തീർക്കണം. എന്നാൽ മാത്രമേ എനിക്കൊന്ന് സ്വസ്ഥമാവാൻ പറ്റൂ. കാരണം എനിക്ക് ഈ കടം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്കൊരു ലിമിറ്റുണ്ട് ഈ കടമൊക്കെ അടച്ചു തീർക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് പെർ ഡേ 2000 വെച്ച് 1000 ദിവസം കൊണ്ട് ഏൺ ചെയ്യാം. പക്ഷേ അത് ഇത്തിരി വലിയ കടന്ന കൈയായിപ്പോൾ. സോ അത് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബോഡി, എൻ്റെ ബൈക്ക് മൊത്തത്തിൽ ഞാൻ തന്നെ പടമാവും. സോ അതുകൊണ്ട് അത്ര വലിയ കടുങ്കയിലോട്ട് പോകുന്നില്ല. പക്ഷേ എന്നാലും നമുക്ക് ഇപ്പോഴത്തെ ടാർഗറ്റ് പോലെ നൈസായിട്ട് നമുക്ക് 1000 ദിവസം എന്നുള്ള ചിലപ്പോൾ ഒരു 900 ദിവസം കൊണ്ട് ഏൺ ചെയ്താലും ബെറ്റർ അല്ലേ. അപ്പോൾ അടുത്ത ചലഞ്ച് അനൗൺസ് ചെയ്യാൻ പോവാണ്. 1000 ദിവസം 10 ലക്ഷം രൂപ. സോ അത് നൈസാണ്. കാരണം ഒരു ദിവസം 1000 അത്രേ ഞാൻ കൗണ്ട് ചെയ്യുന്നുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം കൂടുതൽ എടുക്കും. സോ അത് കൂടുതൽ എടുക്കില്ല എന്നല്ല, കൂടുതൽ എടുക്കും. നമ്മൾ 2000-നാണ് എയിം ചെയ്യുന്നത്, എന്നാലും നമ്മൾ 1000 പറയുന്നുള്ളൂ. സോ ആ 2000-ന് എയിം ചെയ്തിട്ട് കിട്ടുന്ന വീഡിയോ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. എനിക്ക് തോന്നുന്നു മെയ് 13-ഓ 12-ഓ ഏതോ ദിവസം ഞാൻ ഓടിയിട്ട് 2000 രൂപ കൂളായിട്ട് രാത്രി 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളത് കണ്ടു നോക്കുക. സോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ അനൗൺസ് ചെയ്യുന്നത് മെയ് 15-ാം തീയതിയാണ്. സോ ഈ 15 ദിവസത്തെ എൻ്റെ ഏണിങ്സും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സോ അതും കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മുടെ ഇനി നെക്സ്റ്റ് വീഡിയോ മുതൽ ഈ പറയുന്ന 10 ലാഖ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ടൈറ്റിലായിരിക്കും, എനിക്ക് എത്ര ദിവസമായെന്ന് കണക്കൂട്ടാൻ ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല. സോ കണക്ക് കൂട്ടിയിട്ട് പറയാം എത്ര ദിവസമായിരുന്നു. എനിക്ക് തോന്നുന്നു 12 ദിവസമൊക്കെ അടുപ്പിച്ചായെന്ന് തോന്നുന്നു. 2-3 ദിവസം ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 12-ഓ 10-ഓ ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും കുറച്ചിട്ട് നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. സോ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കാണുക. സോ നമ്മുടെ നെക്സ്റ്റ് 1000 ദിവസത്തെ ചലഞ്ചാണ്. സോ 2025 തുടങ്ങിയ ഈ ഒരു ചാനൽ ചിലപ്പോൾ തീരുന്ന 2027-ഓ 28-ഓ ഒക്കെ ആയിരിക്കും. സോ എന്തായാലും നമുക്ക് മസ്റ്റായിട്ട് ഓടാൻ ശ്രമിക്കുക. ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. സോ ഒരു 60-50 ദിവസം ലീവ് എടുത്താലും ബാക്കി 300 ദിവസം കണക്കുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഒരു 3 ഇയർ ഇട്ടത്. നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ ഇല്ല നമുക്ക് നോക്കാം. സോ മുടിയൊക്കെ വെട്ടി വെച്ചു. കാരണം മുടിയൊക്കെ ഓവറായിട്ട് വളർത്തിയതൊക്കെ കൂടെ കൊണ്ട് പണി കിട്ടും. കാരണം ഹെൽമെറ്റ് ഫുൾ ടൈം വയ്ക്കുന്നതല്ലേ. ഫുൾ ടൈം ഹെൽമെറ്റൊക്കെ വെച്ച് ഓടിക്കഴിഞ്ഞ് തലയൊക്കെ ഇരുന്ന് പുഴുങ്ങുന്നുണ്ട്. കാരണം രാവിലെ ഇറങ്ങുന്നതല്ലേ. രാവിലെ ഒരു ഏകദേശം ഒരു 6 മണി ആ ഒരു റേഞ്ചിൽ ഞാൻ ഇറങ്ങുന്നതാണ്. സോ ഇതെൻ്റെ സ്റ്റുഡിയോയിൽ നിന്നാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സൊമാറ്റോ അല്ല, എനിക്ക് ഒരു ട്രേഡിംഗ് ചാനലൊക്കെ ഉണ്ട്. പക്ഷേ കുറേ കടമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പാടില്ല. കാരണം ഇമോഷണൽ കൺട്രോൾ ഇല്ലാതെ നമ്മൾ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് അത്രയും അസറ്റ് വേണം. സോ ഞാനൊരു മിഡിൽ ക്ലാസ് പയ്യനായതുകൊണ്ട് എനിക്ക് അസറ്റുകൾ ഓവറായിട്ടില്ല. ഉള്ള അസറ്റ് വെച്ചിട്ട് ഞാനെൻ്റെ സ്റ്റുഡിയോ സെറ്റ് ചെയ്തു, എൻ്റെ വീട് വെച്ചു, ബൈക്ക് എടുത്തു, അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇനി എനിക്ക് ട്രേഡിങ്ങിലോട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മൂഡ് ഉറപ്പായിട്ടും ശരിയാക്കണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അതെന്തായാലും നമുക്ക് പോകെ സെറ്റ് ചെയ്യാം. കാരണം അത് അയ്യോ എനിക്ക് ട്രേഡിങ് ചെയ്യാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ വയ്യ. സോ സൊമാറ്റോ ഓടി എത്രയും പെട്ടെന്ന് കടമൊക്കെ തീർത്ത് ഒന്ന് കംപ്ലീറ്റ് സീറോ ആവുക എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മൈനസിലാണ് നിൽക്കുന്നത്. സോ അത് മൊത്തം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ സീറോ ആവുക. സോ 100 ദിവസം കൊണ്ട് 1 ലാഖ് അടിക്കാൻ പറ്റുമെങ്കിൽ, അത് 100 ദിവസം എടുത്തില്ല,
ഒരു 90 ദിവസം കൊണ്ട് 1 ലാക്ക് അടിക്കാൻ പറ്റുമെങ്കിൽ എനിക്കൊരു 900 ദിവസം കൊണ്ട് ഒരു 10 ലക്ഷം രൂപ അടിക്കാനും പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അതിൽ കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എനിക്ക് വേണം, നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന എനിക്ക് വേണം. പിന്നെ സൊമാറ്റോ ഓടാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങി ഓടുക. നിങ്ങൾ ആരും പറയണ കേൾക്കാൻ നിൽക്കരുത്, നിങ്ങൾ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഈ കുറേ ആൾക്കാർ പറയും സൊമാറ്റോ ഓടി ഇൻകം ഉണ്ട്. എത്തില്ല, സൊമാറ്റോ ഒരു റെഗുലറായിട്ട് നമുക്ക് ഇൻകം കിട്ടുന്നൊരു സോഴ്സ് അല്ല. പിന്നെ എന്താണ് സോഴ്സ്? നമുക്കിഷ്ടമുള്ള എന്ത് ജോലിയാണോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഫ്രീഡം തരുന്നത്, നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുക. അല്ലാതെ വേറെ മറ്റുള്ളവരെ വാക്കൊന്നും കേട്ട് നിൽക്കാൻ ഞാൻ പറയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ വാക്ക് കേട്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഒരു സാധാ ജോലിക്ക് പോയാൽ 12,000 15,000 19,000 കിട്ടുന്നിടത്ത് കഴിഞ്ഞ മാസം അങ്ങേ മാസം എല്ലാം ഞാൻ 25,000 രൂപയ്ക്ക് മുകളിലാണ് ഞാൻ ഏൺ ചെയ്തത്. അതും എറൗണ്ട് 10-12 ദിവസം ലീവ് എടുത്തിട്ട് പെർ ഡേ 2,000 രൂപ കിട്ടുന്ന വേറെ ഒരു ജോലി എനിക്കറിയില്ല. സോ ഇത്രയും ഫ്രീഡം ആയിട്ട്, ഇത്രയും നമുക്ക് ഇഷ്ടമുള്ള ചിന്തിച്ച്, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിച്ച്, നമുക്ക് ഇഷ്ടമുള്ള കേട്ട്, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഓഫ് ചെയ്ത് വെച്ച്, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വേണമെങ്കിൽ പോയിട്ട്, മനസ്സിലായില്ലേ? പിന്നെ ചില സമയം സൊമാറ്റോ ആയിട്ട് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിക്കകത്ത് എത്രയോ നല്ല നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ട്. സൊമാറ്റോ ആയിട്ട് ചിലപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ശംഖുമുഖം കടൽത്തീരത്തെത്തുന്നു, ഒരു 10 മിനിറ്റ് ഇവിടെ നിന്നിട്ട് പോയാലോ തോന്നും. ഞാനിങ്ങനെ നിൽക്കാറുണ്ട്, കോളത്ത് പോകാറുണ്ട്. കോളത്ത് ചെല്ലുമ്പോൾ ഒരു 15 മിനിറ്റ് അവിടെ നിന്നാലോ നിൽക്കും, അങ്ങനെ നിന്നിട്ട് പോകാറുണ്ട്. ഇപ്പോൾ എനിക്ക് ഇനി ആഗ്രഹം പൊന്മുടിയിലേക്ക് ഒരു ഓർഡർ കൂടെ വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും. സോ അതെന്ന് വരുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഓൾമോസ്റ്റ് ട്രിവാൻഡ്രം സിറ്റി തന്നെ നമുക്ക് ഡെയിലി ഇങ്ങനെ കണ്ടു വരുമ്പോഴത്തേക്കും അവിടെ എന്തൊക്കെ ചേഞ്ച് വരുന്നു എന്ന് നമുക്ക് നല്ലതായിട്ട് അറിയാം. ഇപ്പോൾ NH പണി നമുക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ റെയിൽവേ ട്രിവാൻഡ്രം സൗത്ത് റെയിൽവേ നല്ല രീതിയിലേക്ക് ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പോകുന്ന വഴിയെല്ലാം ഡെയിലി മൂവ് ചെയ്യുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും. പിന്നെ ഒരുപാട് റോഡ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ആ റോഡ് കാര്യങ്ങൾ എല്ലാം എനിക്ക് ഡെയിലി വാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ റോഡിലൊക്കെ നടക്കുന്ന, ട്രിവാൻഡ്രത്ത് നടക്കുന്ന പുതിയ പുതിയ ചേഞ്ചസ്, പിന്നെ ലുലു, പിന്നെ MOT, പിന്നെ പുതിയ എന്തെങ്കിലും ഒരു ആഹാരം വരുവാണെങ്കിൽ അത്, പിന്നെ കുറേ ഹോട്ടലുമായിട്ട് ചേർന്നിട്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ പറഞ്ഞ സൊമാറ്റോ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് തന്നിട്ടുള്ളത്. ഇതായിട്ട് പെയ്ഡ് പ്രൊമോഷനോ കാര്യമൊന്നും അല്ല. എൻ്റെ ഈ ഒരു ചാനലിൽ സൊമാറ്റോ ഒന്നും പെയ്ഡ് തരത്തില്ല, എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. പിന്നെ ഓരോ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡാണ്. ചില ആൾക്കാർ സൊമാറ്റോ ഓടുന്നത് സൊമാറ്റോയുടെ ഡ്രസ്സ് ഇടാൻ മടി, സൊമാറ്റോയുടെ ബാഗ് ഇടാൻ മടി, മനസ്സിലായില്ല? ഒരുമാതിരി അയ്യോ എനിക്ക് ഡെലിവറി ബോയ് ആണെന്ന് പറയാനൊരു പുച്ഛമാണ്. അല്ലെങ്കിൽ ഞാൻ ഡെലിവറി ബോയ് ആണെന്ന് പറഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് തേങ്ങയാണോ വിചാരിക്കട്ടെ. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇറങ്ങുക. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ? ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഐഫോണിലാണ്. സോ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ ഞാൻ എടുത്തതാണ്. മനസ്സിലായില്ലേ? അത് മാസം 2,500-3,000 രൂപ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഐഫോണോ സാംസങ്ങിൻ്റെ S23 S24 5 നിങ്ങൾക്ക് എന്താണ് എടുക്കാം. ഇപ്പം ഞാൻ CNG ബൈക്കിനാണ് ഓടുന്നത്. അതും എൻ്റെ പുതിയ ബൈക്ക് തന്നെയാണ്, പഴയ ബൈക്കൊന്നുമല്ല. എൻ്റെത് 3ാമത്തെ ബൈക്ക് തന്നെയാണ്. സോ നമുക്ക് പൈസയാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഈ പറഞ്ഞ നാട്ടുകാരുടെ വാക്കോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇതൊന്നും അല്ല. നമുക്ക് എന്താണോ താല്പര്യം, നമുക്ക് ഇപ്പോൾ എനിക്ക് പൈസയാണ് ആവശ്യം. സോ ഞാനത് അതിൻ്റെ ഒരു ഇതാണ്. കാരണം ഇപ്പോൾ നല്ലൊരു ബിരിയാണി കഴിക്കണമെങ്കിൽ ട്രിവാൻഡ്രം സിറ്റിയിൽ 150 തൊട്ട് 200 രൂപ കൊടുക്കേണ്ടി വരും, നല്ലൊരു ബിരിയാണി കഴിക്കണമെങ്കിൽ. അപ്പോൾ അത് ഈ പറയുന്ന ഒരു 12,000 രൂപയുടെ ജോലിക്ക് ഒരിക്കലും നടക്കില്ല. സോ നിങ്ങളുടെ ഡ്രീം എന്താണോ അത് നോക്കി ചേസ് ചെയ്യുക. എൻ്റെ ഡ്രീം എന്താണെന്ന് ഞാൻ അനൗൺസ് ചെയ്തു. നെക്സ്റ്റ് 1000 ഡേയ്സ് 10 lakh rupees. സോ നമ്മൾ 10 lakh rupeesലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്റ്റാർട്ട് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ റെഗുലറായിട്ട് വീഡിയോ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, യൂട്യൂബ് എനിക്ക് വ്യൂസ് ഒന്നും തരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റയിലോട്ട് മാറിക്കഴിഞ്ഞു. സോ സൊമാറ്റോ ചേട്ടൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇൻസ്റ്റയിൽ സെർച്ച് ചെയ്താൽ കിട്ടും. സോ ഇൻസ്റ്റയിൽ ഷോർട്സ് ഇടാനാണ് എനിക്ക് താല്പര്യം. സോ രാവിലെ 6 മണി തൊട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് തൊട്ട് വീഡിയോസ് എടുക്കാൻ വയ്യ. അതായത് ഓരോ ഓർഡർ കിട്ടുമ്പോഴും ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഇങ്ങനെ ചുമ്മാ വീഡിയോസ് എടുത്തെടുത്ത് വരുമ്പോൾ നല്ല ഒരുപാട് ടൈം പോകുന്നുണ്ട്. പിന്നെ അത് വീട്ടിൽ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് പിന്നെ അത് യൂട്യൂബിലിട്ട് അയ്യോ അത് ലോങ് പ്രോസസ്സാണ്. സോ യൂട്യൂബിൽ നിന്ന് എനിക്ക് പൈസയോ കുന്തോ ഒന്നും വേണ്ട. ആ ഒരു വഴി ഞാൻ നോക്കുന്നുമില്ല. എൻ്റെ ജസ്റ്റ് ഒരു അറ്റൻഡൻസ് പോലെ, അതായത് എനിക്ക് ഈ പറഞ്ഞ 1000 ദിവസം കൊണ്ട് ഈ ഒരു ചലഞ്ച് ഫിനിഷ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ വന്ന വഴി, അതായത് എൻ്റെ ഫസ്റ്റ് വീഡിയോ എനിക്കൊന്ന് കാണണം. സോ എൻ്റെ ലുക്ക്, അന്നത്തെ എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്, ഇന്നത്തെ എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്, സോ അതൊക്കെ എനിക്കൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്ന വീഡിയോസൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റ ആയിരിക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റയിലും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. നോക്കട്ടെ, പറ്റുമെങ്കിൽ യൂട്യൂബും കൂടെ ഞാൻ വീഡിയോസ് ഇടാം. പിന്നെ എൻ്റെ വണ്ടി ഇപ്പോൾ 25,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. CNG വണ്ടി ഈ ചാനൽ തുടങ്ങിയതിൻ്റെ അന്ന് മുതലാണ് ഞാൻ ഓടാൻ തുടങ്ങിയത്. സോ അത് ഇതുവരെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ രസകരമായ വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ. ബൈ ബൈ.